വെളുത്തുള്ളിയും കുരുമുളകും ഒക്കെ ചതച്ചിട്ട് എന്താ നല്ല ഫ്ലേവർ, നല്ല മണം ഉണ്ടാകും. ഒരുവിധ ആൾക്കാർക്കെല്ലാം ഇഷ്ടമാണ് ഈ ചെറുപയർ അല്ലേ. ഹായ് കൂട്ടുകാരെ, ഇന്നൊരു പയർ മെഴുക്കുവരട്ടി ആയാലോ. പയറിൻ്റെ കുറേ വിഭവങ്ങളുണ്ട്. പയർ മത്തങ്ങ, പയർ കറി, പയർ തോരൻ. ഇന്നൊരു മെഴുക്കുവരട്ടി ആയാലോ. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. ഞാൻ പയർ കഴുകി വാരി കുക്കറിൽ ഇട്ടിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് വേവിക്കാൻ വെക്കാം. ഞാൻ ആവശ്യത്തിന് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുവാണ്. ഞാൻ ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കാറ്, പച്ചവെള്ളം ഉപയോഗിക്കണം. പയർ ഞാൻ കുക്കറിൽ വെച്ചിട്ടുണ്ട്. വിസിലാവുമ്പോഴത്തേക്ക് നമുക്കിതിന് വേണ്ടി തയ്യാറാക്കുന്ന എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണെന്ന് നോക്കാം. നമുക്ക് പയർ മെഴുക്കുവരട്ടിക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി. സബോള, പച്ചമുളക് ഒരെണ്ണം, കറിവേപ്പില, വെളുത്തുള്ളി, ഇത്രയും മതി കേട്ടോ. ഇനി നമുക്ക് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഒരു പാൻ ഞാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടുന്നുണ്ട്. നമുക്ക് കുറച്ച് ജീരകം ഇട്ട് കൊടുക്കാം, ഓപ്ഷണലാണ്. ജീരകം ഞാനൊരു 1/4 സ്പൂൺ ഇട്ടിട്ടുള്ളൂ, 1/4 സ്പൂണിൽ കുറവ്, അത് ഓപ്ഷനിലാണ്. ഞാൻ വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അരിഞ്ഞു വെച്ചിട്ടുള്ള ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഈ സമയത്ത് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ പയറിന് തേങ്ങയൊന്നും ചേർക്കാത്ത കാരണം കൊണ്ട് കുറച്ച് എണ്ണ കൂടുതലും അതുപോലെ സബോളയും വെളുത്തുള്ളിയൊക്കെ കൂടുതൽ ഇട്ട് കൊടുത്ത് നല്ല ടേസ്റ്റ് ഉണ്ടാകും. കാരണം നമ്മൾ തേങ്ങയൊന്നും ചേർക്കുന്നില്ലല്ലോ. സബോള നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ചേർക്കേണ്ട കുരുമുളക് പൊടിയാണ്. ഇത് ഫ്രഷായിട്ട് പൊടിച്ച കുരുമുളക് പൊടിയാണ്. കുരുമുളകും വെളുത്തുള്ളിയും നല്ലൊരു ഫ്ലേവറാണ്. സാധാരണ ആൾക്കാർ കുരുമുളകും വെളുത്തുള്ളിയും കൂടെ ചതയ്ക്കാറുണ്ട്. അതാണ് ഏറ്റവും നല്ലത്. ഞാനിപ്പോൾ എളുപ്പത്തിന് വെളുത്തുള്ളി അരിഞ്ഞതും കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. ഇനി നമുക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം. ഇത് ഓപ്ഷനിലാണ്. ഇവിടുത്തെ പച്ചമുളകിനൊക്കെ വളരെ എരിവ് കുറവാണ്. പിന്നെ മെഴുക്കുവരട്ടി ആയതുകൊണ്ട് ചില്ലി ഫ്ലേക്സ് ഇട്ടാലും കുഴപ്പമൊന്നുമില്ല, നല്ലത് തന്നെ ആയിരിക്കും. പൊടിയല്ല, ഇത് ഫ്ലേക്സാണ്, ചതച്ചെടുത്തതാണ് മുളക്. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഞാൻ ഇട്ടത് ഈ കുരുമുളക് പൊടി ഇടുമ്പോൾ നമ്മുടെ പയറിനൊരു ചെറിയ കറുത്ത കളർ പോലിരിക്കും. അപ്പം ചെറുതായിട്ടൊന്ന് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ കളറങ്ങ് മെയിൻറ്റെയിൻ ചെയ്ത് നിന്നോളും. ഇതാ നമ്മുടെ പയർ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അധികം വെള്ളമൊന്നുമില്ല. ചിലർക്ക് കുഴഞ്ഞിരിക്കുന്നതാണ് ഇഷ്ടം, എനിക്കും കുറച്ച് കുഴഞ്ഞിരിക്കുന്നതാണ് ഇഷ്ടം. നമുക്കിനി ചേർത്ത് കൊടുക്കാം. ഇത് പയറിട്ടിട്ടുണ്ട് അരപ്പിനകത്ത്. നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ഉപ്പില്ല, നമുക്ക് കുറച്ച് ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പ് കുറവുണ്ട്. ഞാൻ നന്നായിട്ടെല്ലാം മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിലൂടെ ഞാൻ മല്ലിയില ചേർക്കുന്നില്ല. നമ്മുടെ നാടൻ വിഭവമായ പയറും മെഴുക്കുവരട്ടി ആയതുകൊണ്ട് ലേശം കറിവേപ്പിലുണ്ട്. അപ്പം എല്ലാവർക്കും ഇത് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.